ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗാങ്സ്റ്റർ ഗെയിമിംഗ് ഫർദീൻ. അപ്പോൾ നമ്മുടെ ഗെയിമിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ഗെയിമിനകത്ത് തന്നെ മാറ്റം വന്നിട്ടുണ്ട്. അത് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള ഗെയിം ഡിലീറ്റ് ചെയ്യുക. എന്നിട്ടത് നമുക്ക് ഒന്നും കൂടെ ഡൗൺലോഡ് ചെയ്യണം. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3D ഒന്നും കൂടെ ഡൗൺലോഡ് ചെയ്യണം. ഇപ്പോൾ പുതിയ ലോഗോ ഇതാണ്. ഇന്ത്യൻ ബൈക്ക് 3D എന്നാണ് എല്ലാവരും വേറെ ഗെയിമൊന്നും കിട്ടുന്നത്. ഇപ്പം ഇന്ത്യൻ ബൈക്ക് 3D ഇതാണ് വരുന്നത്. ഫുൾ ഇത് മാറിയിട്ടുണ്ട്, അപ്ഡേഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്വരാജിൻ്റെ ഒരു ട്രാക്ടറും ഇതിനകത്ത് വന്നേക്കൊണ്ട് ചീക്കോ അടിക്കുന്നതാണല്ല, പ്ലഗിൻ ആപ്പ് വഴി ഒന്നും ഡൗൺലോഡ് ചെയ്യണ്ട. കുറേ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട് RGS ടൂളിനകത്ത്. ഇപ്പോൾ നമുക്കിന്ന് ഡൗൺലോഡ് ആവാം ആണ്. ഓക്കെ, നമ്മളെ ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ആയിട്ട് നമുക്കിനി ബാക്ക് വരാം നമ്മുടെ ഗെയിമിലോട്ട്. ഓക്കെ, നമ്മുടെ ഗെയിം എത്തിയിട്ടൊന്ന് ഡൗൺലോഡ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ ചലഞ്ചസിൽ മാറ്റം വന്നിട്ടില്ല, ഇവിടെ പ്ലഗിൻ ആപ്പിലും മാറ്റം വന്നിട്ടില്ല. സെറ്റിങ്സ് എടുക്കാൻ ഇവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, മോഡ്സ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 50 വരെ വരുമെന്ന് തോന്നുന്നു. 50 വരെ മോഡ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെ എടുക്കണമെന്ന് എനിക്കറിയത്തില്ല. അത് നമ്മൾ ഒന്നുകൂടെ ഒക്കെ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ പ്ലേ കൊടുക്കാം. നമ്മുടെ ട്രാക്ടറിൻ്റെ ചീറ്റ് കോഡ് ഇപ്പം നമ്മൾ ഫാം ട്രാക്ടർ അല്ല നമ്മുടെ ഒറിജിനൽ റെഡ് കളറിലെ ട്രാക്ടറില്ല, അത് തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി നമുക്ക് ഗെയിം ഓപ്പൺ ആവണം. ഓക്കെ, ആദ്യം നമുക്ക് ഡ്രസ്സ് മാറാം. നമ്മൾ കോമ്പിനേഷൻ എന്താ, ബ്ലാക്ക് അല്ലാണ് പട്ടാളത്തിൻ്റെ ഡ്രസ്സ് കിട്ടാം. ഓക്കെ, നമ്മൾ പുറകിലോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ ട്രാക്ടർ അടിക്കാം, ചീറ്റ് കോഡ് അടിക്കാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചീറ്റ് കോഡ് അടിക്കാം, നമ്മുടെ ട്രാക്ടറിൻ്റെ ചീറ്റ് കോഡ്. ഇത് അപ്ഡേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഗെയിം ഇപ്പോൾ നമ്മൾ നിലവിലുള്ള ഡിലീറ്റ് ചെയ്തിട്ട് ഇത് കയറ്റാൽ മതി. ഓക്കെ, 5 6 4 3 ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ ട്രാക്ടർ. സ്വരാജ് എന്ന് തന്നെയാണ് തോന്നുന്നത് ഇരിക്കുന്നത്, എന്തെങ്കിലും ആയിട്ട്. ഈ ഫ്രണ്ടൊക്കെ ആണ് സ്വരാജ അങ്ങനെ എഴുതിയിരിക്കുന്നത്. പുറകിൽ നമ്മുടെ ക്യാരിയർ ചെയ്യാനുള്ള തോന്നുന്നു, സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതാണ്. നമുക്ക് ഞാൻ ട്രാക്ടറിൽ കയറാം. ഇതിന് നമ്മൾ മറ്റേ ട്രാക്ടറിനെ പോലെ ഫ്രണ്ട് വ്യൂ കാണിക്കാൻ പറ്റില്ല. വൈസ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പിടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ RGS ടൂളിനകത്ത് കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇത് നല്ല സ്ഥലമാണ്, ഇവിടെ വെച്ച് നമുക്ക് കാണിക്കാം. നിങ്ങൾ ഗാങ്സ്റ്റർ ഗെയിമിംഗ് ഫർദീൻ എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്താകുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് RGS ടൂളിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ നേരത്തെ നമ്മുടെ R1 ചീറ്റ് കോഡിക്ക് നമ്മുടെ റാമ്പായിരുന്നു വരുന്നത്. R1 നമ്മുടെ റാമ്പ് വരുമായിരുന്നു. ഇപ്പോൾ R2 തൊട്ടുള്ള സീരീസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് R2 അടിക്കാം. R2 അടിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റേ സ്കേറ്റിംഗ് ബോർഡൊക്കെ ചെയ്യുന്ന ഒരു ഐറ്റം ഇല്ല, അതാണ് വരുന്നത്. ഇത് കയറാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമ്മൾ R3 ആണ് അടിക്കാൻ പോകുന്നത്. നമ്മൾ R3യുടെ ചീറ്റ് കോഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ RGS ടൂൾ അടിക്കുന്നുണ്ട്. R3. ഓക്കെ, നമ്മുടെ വിൻമില്ലേ, അതിൻ്റെ കുറച്ച് നമുക്കിങ്ങനെ മണ്ടയ്ക്കൊന്ന് കയറി നോക്കാം. ഓ, എനിക്കൊന്ന് ഇടിക്കുന്നു.
നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയി കയറി നോക്കാം. ഓ നമ്മളെ പൊക്കിക്കൊണ്ട് പോകുന്നു. ഓ വേണ്ട വൈദ്യുതി മറഞ്ഞു വീണ്. നമുക്ക് R4 ഒന്ന് അടിച്ചു നോക്കാം. R4 മറിക്കാല്ലേ തരയ്ക്കുന്നടിക്കും. അത് നമ്മുടെ മറ്റേ ജെറ്റിൻ്റെയൊക്കെ പ്രൊപ്പലറാണെന്ന് തോന്നുന്നു. എന്തോ ഒരു സംഭവം കറങ്ങുന്ന ഒരു ഐറ്റം. നമുക്ക് R4 ഒന്ന് അടിച്ചു നോക്കാം. R4 ഒരു ഡിസ്ക് പോലത്തെ ഒരു സാധനമാണ് ഇരിക്കുന്നത്. R5 എന്ന് അടിച്ചു നോക്കാം. ഓ ഞാൻ എപ്പോഴും തെറ്റി നമ്മുടെ ഫോണാണ് എടുക്കുന്നത്. നമുക്ക് R5 ഒന്ന് അടിച്ചു കൊടുക്കുന്നു. R5 ഒന്നും ഇല്ല. ഇത് നിങ്ങൾ P16 അടിച്ചു കൊടുത്താൽ ഒരു ഫ്ലോർ പോലത്തെ ഐറ്റം വരും. P16 ഓ നമ്മുടെ ട്രാക്ടർ കിടന്ന് കുലുങ്ങുന്നുണ്ടോ അതിൻ്റെ മണ്ടയ്ക്ക് വീണ്. അപ്പം ഈ P18 അടിച്ചു കൊടുത്ത് നോക്കാം. P18 ഒരു എന്തോ സാധനം വന്നേക്കുവാണ്. P19 ഒന്നുമില്ല. ഓക്കെ, നമുക്ക് വേറെ അപ്ഡേഷൻ ഒരു ഇതും കൂടെ ഉണ്ട്. നമുക്കിതൊക്കെ മൂവ്മെൻറ്റ് വയ്ക്കാൻ പറ്റും. അതെങ്ങനെ നമുക്ക് നോക്കാം. നിങ്ങൾ ഇതിനകത്ത് മോഡോണൊന്ന് അടിച്ചു കൊടുക്കുക. നമ്മൾ മോഡോൺ അടിച്ചു കൊടുത്തപ്പോൾ ഉണ്ട്. ടിക്ക് ചെയ്യുക. നമ്മുടെ മോഡ് ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഡിസ്കിൻ്റെ അടുത്തോട്ട് പോകാം. ഡിസ്കിനകത്ത് കയറി നോക്കാം. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതെനിക്ക് നമുക്ക് ഇതിൻ്റെ അടുത്ത് നോക്കിയിട്ട് എങ്ങനെ ചെയ്യുന്ന പറ്റും. ഓ നമ്മൾ ഇതിനകത്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ XYZ എന്ന് വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മളിപ്പം ഇതിനകത്ത് ടാപ്പ് ചെയ്തിട്ട് X ഞെക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കിടന്ന് കറങ്ങും. അതേപോലെ പ്ലസ് ചിഹ്നത്തിൽ ഞെക്കിയാൽ ഫ്രണ്ടിലോട്ട് ഇറങ്ങും, മൈനസ് ഞെക്കിയ ബാക്കിലോട്ട്. പഴയ പൊസിഷനിലായിട്ടുണ്ട്. ഇനി വൈഡ് പ്ലസ് ഞെക്കിയാൽ ഇതേപോലെ കറങ്ങും, മൈനസ് ഞെക്കിയപ്പോൾ പഴയ പോലെ കറങ്ങും. ഇതിനകത്താണെങ്കിൽ സൈഡിലോട്ട് ചരിയുന്നുണ്ട്. അപ്പോഴത്തേന് അത് പഴയ പോലെ ആവും. ഇത് നമുക്ക് നമ്മുടെ പ്രൊപ്പലർ തന്നെ ചെയ്യാം. ഓക്കെ, പ്രൊപ്പലർ തന്നെ മൂവ് ഇട്ട് കൊടുത്തതിന് ശേഷം പ്ലസ് ഞെക്കി കൊടുത്തത് മണ്ടയ്ക്ക്. പ്ലസ് ഞെക്കിയ ഫ്രണ്ടിലോട്ട് ആവും, മൈനസ് ഞെക്കിയ ബാക്കിലോട്ട്. എക്സിൻ്റെ അകത്ത് വൈഡിനകത്ത് ഞെക്കുമ്പം മണ്ടയ്ക്കോട്ട് വരും. ഇസഡിനകത്ത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നീക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഡിസ്കിൻ്റെ അടുത്ത് നിന്ന് പോയി നോക്കാം. അളിയനെ ടാപ്പ് ചെയ്യും. നമുക്ക് നമ്മുടെ ഫിംഗറും കൊണ്ടും ചെയ്യാൻ വെക്കും. നമുക്ക് അതിനകത്ത് കയറാൻ വെക്കത്തില്ല. പ്ലസ് ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കാനാണ് എക്സിൻ്റെ. വൈയുടെ മണ്ണിൻ്റെ അടിയിലോട്ട് പോകുന്നു. എക്സ് വെക്കുമ്പം വൈയുടെ മൈനസ് വെക്കുമ്പോൾ തറയിലോട്ട് പോകും, പ്ലസ് വെക്കുമ്പോൾ മണ്ടയ്ക്കോട്ട് വരും. ഇസഡ് നമ്മൾ അടുത്തോട്ട് വന്നത് കറങ്ങുമോ? റൊട്ടേറ്റ് ചെയ്യും. നമുക്ക് അതൊന്ന് കയറി നോക്കാം. നമുക്കിപ്പോൾ എങ്ങനെയോ കയറാം. നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. നമ്മൾ കറങ്ങത്തില്ല, ഈ ഡിസ്ക് മാത്രമേ കറങ്ങത്തുള്ളൂ. ഓക്കെ, അയ്യോ നമ്മളിതിൻ്റെ മണ്ടയ്ക്കായിപ്പോയി. തറ വീണ് ചത്തു. ഇല്ല. ഇനി നമുക്ക് നമ്മുടെ
ഇതിനകത്തൊന്ന് കയറാൻ പറ്റുമോ ആർക്കറിയാം. ഇതിനകത്തൊന്ന് ടാപ്പ് ചെയ്യാം, എന്നിട്ട് മൂവ് ഇടാം. മൂവ് ഇട്ടതിന് ശേഷം ഇത് മാറുന്നില്ല, റൊട്ടേറ്റ് ആണ്. ഇത് മാത്രം മാറുന്നില്ല. ഇതാണ് നമ്മുടെ ഇതിനകത്ത് വന്ന പുതിയ അപ്ഡേഷൻസ്. ഇത് മോഡ് കാണാൻ മോഡ് ഓഫ് എന്നാണ് അടിച്ചു കൊടുക്കേണ്ടത്. മോഡ് ഓഫ് ചിലപ്പോൾ മോഡ് ഓഫ് ആവും. മോഡ് ഓഫ് ആവുന്നില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. അടുത്ത ഇവിടെ കാണുന്നവരെ ബൈ.